ഭഗവതീ വാസുദേവായ. ദശകം 12 ശ്ലോക 6. തം തേ നിനാദം ഉപകർണ്യ ജനഃ തപസ്ഥാനഃ സത്യസ്ഥിതഃ ച മുനയഃ നുനുവുഃ ഭവന്തം തത്സ്തോത്രഹർഷുലമനാഃ പരിണദ്യ ഭൂയഃ തോയാശയം വിപുലമൂർത്തിഃ അവതാരഃ ത്വം. തം തേ ഭഗവാന്റെ നിനാദം ഘോരഗർജിതം ഉപകർണ്യ കേട്ടിട്ട് ജനസ്തപസ്താഹ ജനലോകവും തപോലോകവും സത്യസ്ഥിതാശ സത്യലോകത്തിൽ വസിക്കുന്ന മുനയഹ മുനിമാർ നുനുവൂർ തിരിച്ചറിഞ്ഞ് സ്തുതിക്കുകയും ഭവന്തം ഭഗവാനെ തത് സ്തോത്ര അവരുടെ സ്തോത്രത്താൽ ഹർഷുലമനാഹ സന്തുഷ്ട ചിത്തനായിട്ട് പരിണദ്യ വിപുലീകരിച്ച് ഭൂയഹ ശരീരത്തെ തോയാശയം സമുദ്രത്തിൽ വിപുല വലിയ മൂർത്തി ശരീരത്തോടുള്ള ആ വരാഹമൂർത്തി അവതാരസ്ത്വം കുതിച്ചു ചാടി. ഈ ദശകത്തിൽ നമ്മൾ ഭഗവാന്റെ വരാഹ അവതാരത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആ ബ്രഹ്മാവിന്റെ ആ നാസാദ്വാരത്തിൽ നിന്നും ഒരു പന്നിക്കുഞ്ഞിന്റെ ആകൃതിയിൽ വന്ന് വളരെ വലുതായിട്ട് ഘോരമായി ഗർജിക്കുകയും അതെല്ലാം കേട്ട് 3 ലോകം, ജനലോകം, തപോലോകം, സത്യലോകം, അവിടെ വസിക്കുന്ന എല്ലാ മുനിമാരും ഭഗവാനെ കണ്ട് സ്തുതിക്കുകയും അവരുടെ സ്തോത്രത്തിലെല്ലാം സന്തുഷ്ടനായ ഭഗവാൻ വളരെ വിപുലീകരിച്ചുള്ള ആ ശരീരത്തെ സമുദ്രത്തിൽ എടുത്ത് കുതിച്ചു ചാടുകയും ചെയ്തു. ആ സമുദ്രത്തിനടിയിലുള്ള ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ ആ ഒരു വലിയ ചാട്ടം ആ സമുദ്രത്തിൽ ചാടിയത്. തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്താഃ സത്യസ്ഥിതാശ്ച മുനയോ നുനുവുർഭവന്തം തത്സ്തോത്രഹർഷുലമനാ പരിണദ്യ ഭൂയഃ തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.